ക്രൂശിതനോടൊപ്പം. ഈശോയിലെ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, യോഹന്നാൻ അപ്പസ്തോലൻ എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 15 തുടങ്ങി 17 വരെയുള്ള വചനങ്ങൾ ഈ ലോകത്തിലേക്ക് പാപം കടന്നു വരുന്ന 3 മാർഗങ്ങളെക്കുറിച്ചുള്ള വിചിന്തനങ്ങളുമായിട്ടാണ്. ദൈവത്തെ നമുക്ക് പ്രാപ്യമാക്കാൻ പറ്റാത്ത വിധത്തിലെ ഈ 3 ദുരാശകൾ നമ്മെ കുഴക്കിക്കളയുന്നു. ഈ 3 ദുരാശകൾ, 1 കണ്ണിൻ്റെ ദുരാശയാണ്, 2 ജഡത്തിൻ്റെ ദുരാശയാണ്, 3 ജീവിതത്തിൻ്റെ അഹന്തയാണ്. ഒരുപക്ഷെ പാപം കടന്നു വരുന്ന 3 വാതിലുകളാണിത് 3. ഇതിൽ കണ്ണിൻ്റെ ദുരാശയെക്കുറിച്ച് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കണ്ണുകൊണ്ട് ജീവിതം തകർത്ത ഒരു പ്രവാചകനാണ് ദാവീദ്. നിങ്ങൾക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് 12-ാമത്തെ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിലെ 29-ാമത്തെ വചനം ഇപ്രകാരമാണ്: നിൻ്റെ കണ്ണ് നിനക്ക് ദുരാശയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ നിൻ്റെ കണ്ണ് ചുഴന്നെടുത്ത് നീ കളയുക. 2 കണ്ണുകളോടും കൂടെ നീ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത് ഒറ്റക്കണ്ണനായിട്ട് സ്വർഗത്തിൽ പോകുന്നതാണ്. ദാവീദിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ദാവീദ് ദീർഘദർശി മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ തൊട്ട് കീഴെ കുളക്കടവിലെ ബത്ഷീബ എന്ന യൗവനയുക്തയായ സ്ത്രീ കുളിക്കാൻ വന്നു. ദാവീദ് അവിടെ നഗ്നശരീരം കണ്ടു. കണ്ണിൻ്റെ കർട്ടൻ ഇടാൻ ദാവീദ് മറന്നുപോയി. അവളെ അടിമുടി കണ്ട് ആസ്വദിച്ചു. പിന്നെ അദ്ദേഹം തൻ്റെ കിടപ്പറയിലേക്ക് അവളെ വിളിച്ചു വരുത്തി. അവളുമായിട്ട് ശയ്യ പങ്കിട്ടു. അവൾ ഗർഭവതിയായി. ആ കുഞ്ഞിനെ ഓർത്ത് അവളുടെ ഭർത്താവ് ഊറിയായെ അദ്ദേഹം ചതിപ്രയോഗത്തിലൂടെ കൊന്നു. കണ്ണ് വിളക്കാണ്. പക്ഷെ ഈ വിളക്ക് സൂക്ഷിക്കേണ്ടടുത്ത് സൂക്ഷിച്ചില്ലെങ്കിൽ, ഈ കണ്ണിനെ നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ കണ്ണുകൊണ്ടുണ്ടാകുന്ന വലിയ തിന്മകൾ ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് മക്കളെ. ഞാൻ മാധ്യമങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് മാധ്യമത്തിലൂടെ നിങ്ങളോട് ഞാൻ ഈ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. മാധ്യമങ്ങളിലൂടെ നടന്ന പ്രേക്ഷിത വേലയെ മുഴുവൻ ഞാൻ മുക്തകണ്ഠം പ്രോത്സാഹിപ്പിക്കുകയും അതിനോട് സഹകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുന്നത് മുഴുവൻ കണ്ണുകളുടെ ദുരാശയെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയാത്തത് കൊണ്ടാണ്. ഈ വാട്സപ്പിലൂടെയും ഈ ഫേസ്ബുക്കിലൂടെയും ഈ മൊബൈൽ ഫോണിലൂടെയൊക്കെ ഇന്നത്തെ മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ തിന്മകൾ. മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മക്കൾ നിങ്ങൾ എത്ര നന്മയിൽ വളർത്തിയാലും അവർ തിന്മയുടെ ലോകത്തിലേക്ക് കടന്നു പോകുന്നത് അവരുടെ കണ്ണുകളുടെ ദുരാശ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്, നമുക്ക് നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയട്ടെ. സൈബർ സിൻസ് ത്രൂ ടെലിവിഷൻ, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ, വിഷ്വൽ മീഡിയ. നല്ലത് കാണാൻ നമുക്ക് കണ്ണ് തുറക്കണം. മോശം കാണാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കണം. പുട്ട് യുവർ കർട്ടൻ ബിഫോർ യുവർ ഐസ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കണ്ണുകൾ ദുരാശയുടെ വലിയ സ്രോതസ്സാണ്. കണ്ണുകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം മുഴുവൻ തുലയുമെന്ന് ദാവീദിൻ്റെ അനുഭവത്തിലൂടെ നീ ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ പുതിയ തലമുറയെയും ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു.
അവരുടെ കണ്ണുകളെ അടക്കം പാലിക്കാൻ, കണ്ണുകൾക്ക് നിയന്ത്രണം പാലിക്കാൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ക്രൂശിതനോടൊപ്പം